സോഷ്യൽ മീഡിയയിലെ 95% ആളുകളും പുതുതായിട്ട് പണക്കാരായ ആളുകളാണ്. ഇവർ പണ്ട് ചെറിയ സാമ്പത്തികത്തിൽ ജീവിച്ച് അതിനുശേഷം സോഷ്യൽ മീഡിയയിലെ വരുമാനം വഴി പിന്നെ മുന്നോട്ട് നല്ല രീതിയിലോട്ട് വളർന്നു വന്ന ആൾക്കാരാണ്. പക്ഷേ ഇതിൽ കൂടുതൽ ആളുകളും കുറച്ച് കാലം കഴിയുമ്പോൾ ബാങ്ക്രപ്റ്റായി പോകുന്നു, അല്ലെങ്കിൽ ഇപ്പം യൂട്യൂബ് ചാനൽ നിർത്തുന്നു. എന്താണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്? ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഒരിക്കലും കൂടുതൽ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല. ഫേമസ് ആവണം, വ്യൂവർഷിപ്പ് വേണം, നല്ല കണ്ടൻറ്റ്, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടൻറ്റുകൾ പ്രസൻറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാവരും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു റവന്യൂ കിട്ടിയ ശേഷം ഇവർ പലരും അത് ലോങ് ടൈമിൽ കാൽക്കുലേറ്റ് ചെയ്യും. എനിക്കിപ്പോൾ ഒരു മാസം 3 ലക്ഷം രൂപ വരുമാനം കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഞാനൊരു 2 സിആറിൻ്റെ ഒരു വീട്ടിലോട്ട് മാറിക്കൂടാ? കാരണം 4-5 വർഷം കൊണ്ട് ഇതെല്ലാം റീപേ ചെയ്ത് പോകാമല്ലോ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് നല്ല ക്വാളിറ്റി കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ നല്ല പ്രൊമോഷനുകൾ കൃത്യമായിട്ട് നല്ല ജെനുവിനിറ്റി ആയിട്ടുള്ള പ്രൊമോഷൻസ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പണം സമ്പാദിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേനും, ഇവർക്ക് കടം എടുത്ത് തുടങ്ങുമ്പോഴത്തേനും ഇത് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് തെറ്റായിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ ശരിയല്ലാത്ത പ്രൊമോഷൻസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ലോ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഇടുന്നു. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണ്ടൻറ്റ് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വ്യൂവർഷിപ്പ് പയ്യെ കുറഞ്ഞു വരും. അന്നേരം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പോലും വ്യൂസ് കിട്ടില്ല, പരസ്യങ്ങൾ കുറവായിരിക്കും, വരുമാനങ്ങൾ കുറവായിരിക്കും. പക്ഷേ ഇത്രയും ലോൺ എടുത്തു വെച്ചിട്ടുള്ളത് കൊണ്ട് ഇത് തിരിച്ചടയ്ക്കാതിരിക്കാനും മാർഗ്ഗമില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ വൈറലാവാൻ വേണ്ടി ഓൾറെഡി മില്യൺ ഫോളോവേഴ്സുള്ള ആളുകൾ പോലും ഒരുപാട് ക്രിമിനൽ കേസുകളിലും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. കാരണം അവർക്ക് ഈ ലോൺ ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുകയാണ്. നേരത്തെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് പണം സമ്പാദിക്കാനുള്ള മാർഗം അല്ലാണ്ട് പോയിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരുപാട് കടമെടുത്ത് വെച്ചു. അപ്പോൾ ഇനി അത് അടയ്ക്കാനായിട്ട് ലോ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇറക്കി വിട്ടുകൊണ്ടേയിരിക്കുന്നു. വേറെ മീനുകൾ നമ്മുടെ സമുദ്രത്തിലുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ പുതുതായിട്ട് ആളുകൾ ഇത് ചെയ്തു വരുമ്പോഴത്തേനും അതിലേക്ക് ആളുകൾ പോകും. അപ്പോൾ ഇവർ ഇത്ര മില്യൺ ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തൊരവസ്ഥ വരും.